അപ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണും, അടുത്ത ISL-ത്തിനായിട്ട് ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് AFF. അടുത്തോട്ട് ISL നടത്തണം. ഇപ്പൊ ISL നടത്തുന്ന AFF ആണ്. ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ് ആണ്. പൈസ കുറച്ച് ക്ലബ്ബുകളിൽ നിന്ന് പൈസയൊക്കെ അടിച്ചു മാറ്റി നടത്തുന്ന ഒരു ISL. എന്തായാലും ഇനിയിപ്പോ ഈ ISL ഗോൾഡൻ ബൂട്ട് കൊടുക്കുമെന്ന് അറിയാം. കുറെ ഗോൾഡൻ ബൂട്ട് ഇത്ര ആയെന്നൊക്കെ പറഞ്ഞിടുന്നുണ്ട്. ഗോൾഡൻ ബൂട്ട് വല്ല 50 രൂപ ട്രോഫി വേണം കൊടുത്തിട്ട് പറയാം ഇത് മതി എന്ന് വെച്ചോളൂ എന്നൊക്കെ AFF പറഞ്ഞ ആളായും. അപ്പൊ അടുത്ത ISL നടത്താൻ ഇപ്പം 2 ബിഡുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ഫാൻകോണിന്റെ അതുപോലെ തന്നെ ജീനിയർ സ്പോർട്സിന്റെ. എന്തായാലും ആ ബിഡുകൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ജീനിയർ സ്പോർട്സിനെയാണ് കൂടുതലും AFF കൂടുതലായിട്ട് പരിഗണിക്കുന്നത്. ക്ലബ്ബുകൾ പറയുന്നത് ഫാൻകോണിന്റെ ആണ് കുറച്ചും കൂടി ക്ലബ്ബുകൾക്ക് ലാഭമായിട്ട് തോന്നുന്നത്. എന്തായാലും AFF-ന് ലാഭമുള്ള AFF പണ്ടേ ചെയ്യുക, അത് ഇപ്പോഴും അതേ കണക്ക് തന്നെയാണ്. ഇപ്പൊ ISL നടത്താനത്ത് തന്നെ 1 കോടി രൂപ ഫ്രാഞ്ചൈസി ഫീ ആയിട്ടാണ് ഇപ്പോഴത്തെ തട്ടിക്കൂട്ട് ISL നടത്തിക്കൊണ്ട് പോകുന്നത്. ഇപ്പോൾ ആശിഷ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അടുത്ത ISL-ന് 3 കോടി രൂപ ക്ലബ്ബുകൾ കൊടുത്തേ പറ്റൂ എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട് AFF. അവർക്ക് ലാഭം അടിച്ച് മാറ്റാനുള്ളത് ഇതിൽ നിന്നും. അതുപോലെ തന്നെ ജീനിയർ സ്പോർട്സ് കൊടുക്കുന്ന പൈസ ആകുമ്പോൾ അവർക്ക് ഒരു വർഷം നല്ലൊരു എമൗണ്ട് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ AFF-ന്റെ കരുത്ത് അടുക്കും തോറും AFF-ന്റെ പണി ഇങ്ങനെ തന്നെയാണ്. പണ്ടേ ഇന്ത്യൻ ഫുട്ബോൾ ഫോളോ ചെയ്യുന്നവർക്കറിയാം AFF ഇന്ത്യൻ ഫുട്ബോൾ നശിപ്പിക്കുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ ഇപ്പൊ ക്ലബ്ബുകാർക്ക് മറ്റൊരു കാര്യം കൂടി AFF പറഞ്ഞിട്ടുണ്ട്. ആശിഷിനെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. AFF ടോൾഡ് ISL ക്ലബ്സ്, ഇനി നിങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ട ജീനിയർ സ്പോർട്സുമായിട്ട് നമ്മൾ അങ്ങ് ഇടപെട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാം എന്നാണ് AFF പറഞ്ഞിട്ടുള്ളത്. അപ്പം AFF തന്നെ നടത്തും ലീഗ്. അതുപോലെ തന്നെ AFF-ന് ലാഭം അടിച്ചു മാറ്റണം. ക്ലബ്ബുകൾ വെറുതെ വന്ന് കളിച്ച് നിങ്ങൾക്ക് റവന്യൂ ഒന്നും തരത്തില്ല, നിങ്ങൾ വെറുതെ വന്ന് കളിച്ചിട്ട് അങ്ങ് പോകൂ എന്നാണ് AFF-ന്റെ ഒരു നിബന്ധന. കണ്ട് തന്നെ അറിയാം ISL നടക്കുമോ ഇല്ലയോ എന്നുള്ളത്.